പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സ്മിത സ്റ്റാലിൻ. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. ഇപ്പോൾ 13 വർഷമായിട്ട് കാനഡയിൽ കുടുംബത്തോടെ സെറ്റിൽഡാണ്. പക്ഷേ 13 വർഷമായിട്ടും എനിക്ക് കാനഡയിൽ നേഴ്സാകാൻ പറ്റിയിട്ടില്ല. പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പല തടസ്സങ്ങൾ കാരണവും അത് പകുതി വെച്ച് നിർത്തി പോവേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ റൂൾ വന്നതനുസരിച്ച് ഞാൻ വീണ്ടും പ്രതീക്ഷയോടെ സ്റ്റാർട്ട് ചെയ്തു പ്രൊസീജിയേഴ്സൊക്കെ. അപ്പം ഞാൻ പഠിച്ചതൊക്കെ മഹാരാഷ്ട്രയിൽ സേവാഗ്രാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് അവർ പേപ്പേഴ്സൊക്കെ സെൻഡ് ചെയ്തു. അത് കിട്ടിയിട്ടും ഓരോ പേപ്പർ പിന്നെയും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിച്ച്. കാരണം ചിലപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ആരും അപേക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം, അവർ ഈ സ്കൂൾ ജെന്യൂൻ ആണോ എന്നൊക്കെ ഒരു സംശയം കൊണ്ടായിരിക്കാം, അവർ എപ്പോഴും ഒരു പേപ്പർ കഴിയുമ്പോൾ അടുത്ത പേപ്പർ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നിച്ച്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും തന്നെ എലിജിബിലിറ്റിയും കിട്ടി. അവർ എക്സാമിൻ്റെ ഡേറ്റ് വരെ അവർക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. എല്ലാവർക്കും എല്ലാം കിട്ടുന്നു, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷമം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കയറി പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ ആൻറ്റി എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഒക്ടോബർ 13 2021 ഒരു പഴയ വീഡിയോ, ചൊവ്വാഴ്ച നടക്കുന്ന ധ്യാനത്തിൻ്റെ പഴയ വീഡിയോ ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ കണ്ട്. അപ്പോൾ ഇങ്ങനെ ഡേറ്റ്, അപ്പം ഞാൻ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെ ഡേറ്റൊക്കെ അപേക്ഷിക്കാം, ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാവോ, അങ്ങനെയൊക്കെ ഒരു സംശയമായിരുന്നു ആദ്യം. രണ്ടും കൽപ്പിച്ച് ഞാൻ ഡേറ്റ് ഇട്ട് ഒക്ടോബർ 30 എന്നുള്ള ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഒക്ടോബർ 14 ഞാൻ ലൈറ്റ് എ ക്യാൻഡലിൽ പ്രെയർ റിക്വസ്റ്റും സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ പറയുന്ന അനുസരിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30 പ്രാർത്ഥന തുടങ്ങി. പിന്നെ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിച്ചു. അതിനോട് ചേർന്നിട്ട് ഞാൻ പള്ളിയിലൊന്നും ഞാൻ അത്ര ഒരു ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ എന്നിട്ട് കാറ്റഗിസം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചേർന്നു. അപ്പോൾ ഓരോ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി, ബൈബിൾ വായന തുടങ്ങി. അങ്ങനെ പറയുന്ന പോലെ ചൊല്ലു പ്രാർത്ഥന അല്ലാണ്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒക്ടോബർ 13 പ്രെയർ ഡേറ്റ് വിട്ടത് ഒക്ടോബർ 30 എന്നുള്ള. വിത്തിൻ 10 days എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 22 തന്നെ എൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിലാണ് എനിക്ക് വരാൻ തുടങ്ങിയത്. ആ ഇമെയിൽ വരുന്നതെന്ന് വെച്ചാൽ 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാം ഓഫീസും പൂട്ടും. അപ്പോൾ ആ സമയം വരെയും എൻ്റെ ഫോണിൽ എന്ത് ഇമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ അപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കും, ഇത് അതിന് വേണ്ടി വന്നേക്കണ ഇമെയിൽ ആണോ, ആ ഇമെയിൽ ആണോ എന്ന്. പക്ഷെ അത് വരാണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെതായ പിന്നെ വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ. ബട്ട് എവിടെയോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വരും എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അതനുസരിച്ച് തന്നെ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പേഴ്സൊക്കെ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ട്രാക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേപ്പറും കൂടി ഇനി കിട്ടാനുണ്ട്. ബട്ട് അന്ന് രാത്രിയിൽ തന്നെ 9 മണിക്ക്, 5 മണിക്ക് ഓഫീസ് പൂട്ടും, ബട്ട് എനിക്ക് ഇമെയിൽ വരുന്നത് 9 മണിക്കാണ് എനിക്ക് ഇമെയിൽ വരുന്നത് രാത്രിയിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് ഇമെയിൽ വരുന്നു, എൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റായി, നിനക്ക് എലിജിബിലിറ്റി കിട്ടി, നിനക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇമെയിൽ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ശരി തന്നെയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കാണിച്ച് ഞങ്ങൾക്ക് വിശ്വാസമായില്ല, ഇത് ഇത്ര രാത്രിയിൽ ആരാ ഞങ്ങൾക്ക് ഇമെയിൽ വിട്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിവേസ് ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ എലിജിബിലിറ്റി കിട്ടി. പിന്നെ തുടർന്ന് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി, പിന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക, തടസ്സമുള്ള എല്ലാവരോടും ഞാൻ പറയാൻ തുടങ്ങി. അതനുസരിച്ച് പിന്നെ മുന്നോട്ട് പോയി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിച്ച് എല്ലാ രാവിലെയും എഴുന്നേറ്റ് 5:30 പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റിട്ട് ചേട്ടനും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ അങ്ങനെ പരീക്ഷയ്ക്ക് ഡേറ്റ് കിട്ടി. അത്ഭുതത്തോടെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പം അതും വലിയൊരു അനുഭവം തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ സഞ്ചാരി മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്, ഇനി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എനിക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കി തരാൻ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ ആ ഒരു എക്സാം ഹോളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ഫീൽ ചെയ്തത്. എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാകാനും എനിക്ക് ആൻസേഴ്സൊക്കെ ഡൗട്ടില്ലാണ്ട് എനിക്ക് ക്ലിക്ക് ചെയ്യാനൊക്കെ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഫീൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ ശരിക്കും പുറത്തു വന്നിട്ട് ഞാൻ കരയാണ് ചെയ്തത്. എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെയും പിന്നെ എന്തോ ഒരു ഫീലായിരുന്നു. പരീക്ഷ എന്നിങ്ങനെ പാസ്സായി
അങ്ങനെയായിരുന്നു എൻ്റെ ഇതിനുള്ള അനുഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ മാതാവിൻ്റെ അനുഭവം ഓരോ ചെറിയ കാര്യമായാലും വലിയ കാലം കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീസെൻ്റ്ലി നടന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് കാനഡയിലേക്ക് വരാൻ വേണ്ടി പാസ്പോർട്ടിന് പിള്ളേരുടെ പാസ്പോർട്ട് എക്സ്പയറി ആയിരുന്നു. കാനഡിയൻ പാസ്പോർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി 2 മാസം മുമ്പേ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് 2 മാസം കഴിഞ്ഞ് 2.5 മാസമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വേറെ സ്റ്റേറ്റിലേക്കാണ് അവർ അയക്കുന്നത്. അവിടെ ഹെഡ് ഓഫീസ് വേറെ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്നോട് ചിലവർ പറഞ്ഞായിരുന്നു, നിനക്ക് വിളിച്ചിട്ട് നേരത്തെ തന്നെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും, ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, 3-4 പ്രാവശ്യം വിളിച്ചു. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. ഇങ്ങനെ കുറേ കോളുകൾ വന്നുകൊണ്ട് ഓട്ടോമാറ്റിക് മെഷീനിൽ പോയിട്ട് പിന്നെ വിളിക്കുന്നു പറഞ്ഞ് കട്ടാക്കി പോകണമായിരുന്നു. ഞാൻ ആരോടും സംസാരിച്ചിട്ടുമില്ല. എന്നിട്ട് അന്ന് രാവിലെ തന്നെ വെളുപ്പിനെ 4:30 തന്നെ പോയി ലൈനിയൊക്കെ നിന്ന് ഓഫീസറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ പോകുന്ന ആൾക്കാർ ഓരോ ഫയലൊക്കെ എടുക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പിള്ളേരുടെ ഫോട്ടോ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ പിള്ളേരെ വരുത്തിച്ച് അങ്ങനെ ഓരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കഴുത്തിൽ എപ്പോഴും കാഴ്ചരൂപം മാതാവിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് മാതാവിൻ്റെ ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ പോയി നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അവരപ്പം ആപ്ലിക്കേഷൻ തോന്നിട്ട് അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ വിളിച്ച് പറഞ്ഞായിരുന്നോ ട്രാൻസ്ഫർ ചെയ്യാൻ? ഞാൻ പറയില്ല, ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, 3-4 പ്രാവശ്യം ഞാൻ വിളിച്ചു, പക്ഷേ ആരും എടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ആർ യു ഷ്യൂർ നിങ്ങൾ ട്രാൻസ്ഫർ ആരോടും സംസാരിച്ചിട്ടില്ല? ഞാൻ പറയില്ല, ഞാൻ ആരോടും സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ അത് കാണിക്കുന്നത് നിങ്ങൾ ഇന്ന് രാവിലെ വിളിച്ച് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നിങ്ങളുടെ 2 പിള്ളേരുടെയും ഫയൽ ഓൾറെഡി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്നുണ്ടായില്ല, ജസ്റ്റ് സൈലൻ്റ് ആയിപ്പോയി ഞാൻ. എനിക്കറിയായിരുന്നു അത് ആടാ പ്രവർത്തിച്ചേക്കണെന്നുള്ളത്. കാരണം ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ മാതാവ് അവിടെ പ്രവർത്തിച്ചെന്ന് എനിക്കറിയാം. നടക്കുമായിരുന്നു സംഭവം, എങ്ങനെയായാലും നടക്കും, ബട്ട് സമയം എടുക്കുമായിരുന്നു. ബട്ട് മാതാവ് അത് അവിടെ അത്ഭുതകരമായി പ്രവർത്തിച്ച് പ്രാർത്ഥന എൻ്റെ കേട്ടു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. പ്രത്യേകിച്ച് നേഴ്സായിട്ടുള്ള എൻ്റെ ലൈസൻസ് നൽകപ്പെടുന്ന RN എക്സാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയോഗം വെച്ച് ഓൺലൈൻ ഉടമ്പടിയിലൂടെ സമർപ്പിച്ച് ആ തടസ്സങ്ങൾ മാറിയതിന്, അതുപോലെ മക്കളുടെ പാസ്പോർട്ട് അത് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പോൾ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഏത് കാര്യത്തിന് പോയാലും, അത് പേപ്പേഴ്സ് വർക്കിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ഡിലേകളും ഒത്തിരി പേപ്പറുകൾ അപ്പോഴും ചോദിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയിലൂടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടുത്തെ തീർത്ഥാടനത്തെ ഉടമ്പടിയുടെയും അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയുടെയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരു പർട്ടിക്കുലറായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന രീതി മനസ്സിലായി. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു, അതിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിന് മുമ്പ് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 23-നാണ്, 13-ാം തീയതിയാണ് 2024. അപ്പോൾ അതിന് മുമ്പ് തന്നെ പരിശുദ്ധി അമ്മ അതിൻ്റെ കാര്യങ്ങളിൽ മൂവ്മെൻറ്റ് തുടങ്ങി. പിന്നീട് അതിവേഗമായിട്ട് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ ഓഫീസിൽ ചെല്ലുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിവേഗം ആ പേപ്പർ വർക്കുകൾ മൂവ് ആവുന്നതൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ 30-ന് മുമ്പ് തന്നെ 22-ാം തീയതിക്കുള്ളിൽ തന്നെ ഇത്രയും സകലമാന പേപ്പറുകളും അതുവരെ തടസ്സമായിരുന്ന എല്ലാം പരിഹരിക്കപ്പെട്ടു. അതുപോലെ മക്കളുടെ കാര്യത്തിലും പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തപ്പോഴും അത് ഒത്തിരി റിജക്ഷൻസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെയും അതിനുവേണ്ടി ഒരു ഫോണോ നമ്പർ വരെ കൊടുത്തിരുന്നു. അതിലേക്ക് വിളിക്കാൻ പറഞ്ഞിരുന്നു. വിളിച്ചു നോക്കി, നടന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് അമ്മ അവിടെ പോയിരുന്നു. അതുപോലെ ഉടമ്പടി ആശ്രമം കൊണ്ടാണ് ഈ ഓഫീസിലേക്ക് പോയിരുന്നത്. അമ്മയുടെ സാന്നിധ്യം അവിടെ വ്യക്തമായിരുന്നു. അവിടെ വിളിച്ചു എന്നുള്ളതാണ്, അവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത് ഇവിടെ വിളിച്ച് സംസാരിച്ചു എന്നാണ്. ആരോ സംസാരിച്ച് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ തന്നെയാണ്. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും അനുഭവിക്കാൻ സാധിച്ചതിനും സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചതിനും
കൃപയുടെ നിറവിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിനും ഈ കുടുംബത്തോടൊപ്പം നമുക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.